ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വേദഗ്രന്ഥം അവതരിച്ച മാസത്തെ സ്വീകരിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ആ സമയം തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വഴി തെളിഞ്ഞു എന്നുള്ളത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ അവതീർണമായ മാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നു എന്നൊരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും യാദൃശ്ചികം എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ ഗ്രന്ഥം അവതരിച്ച സൃഷ്ടാവിൻ്റെ ഇടപെടൽ ഇതിൽ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ പ്രവർത്തിച്ച ആളുകൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അവതീർണമായി പറഞ്ഞത്, ലക്ഷ്യമായി പറഞ്ഞത് ഹുദല്ലിന്നാസ്, മാനവരാശിക്കുള്ള ആഗമനമുള്ള മാർഗദർശന ഗ്രന്ഥം. അതങ്ങനെ തന്നെ ആയിരിക്കണം. മാനവരാശിയുടെ കൈകളിലേക്ക് ഇത് എത്തിയിരിക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതാണ്ട് 10 വരുന്ന കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകർക്കുണ്ടായിരുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ അവതീർണമായിട്ടുള്ള പരിഭാഷകൾ, ഒരുപക്ഷെ അതിൽ വന്നിട്ടുള്ള ബ്രാക്കറ്റുകളും മറ്റും നേരത്തെ ഗഫർമ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത് സൂക്ഷ്മതലം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, സൂക്ഷ്മതലം എന്നതിലുപരി 30-40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ അന്തരീക്ഷവും കേരളത്തിൻ്റെ സാമൂഹിക തലവും നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇന്നും ഈ വേദഗ്രന്ഥം പരിഭാഷപ്പെടുത്തപ്പെടേണ്ടതില്ല. കേവലം അറബി വായന മാത്രം പഠിച്ചാൽ മതി, ഒരു അനുഗ്രഹീത വായന മാത്രം വായിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ബ്രാക്കറ്റുകളോട് കൂടി അവർ ഇത് ഇറക്കാൻ മുന്നിൽ നിന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പണ്ഡിതന്മാരോട്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെയും നന്ദിയോടെയും കൂടി മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബി ഭാഷ എന്ന് പറയുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ കവി സാമ്രാട്ടുകളും മഹാകവികളും ജീവിച്ചിരുന്ന, അതിൽ ഗദ്യങ്ങളും പദ്യങ്ങളും പരസ്പര ആശയ സംഘടനകളും സംവാദങ്ങളും നടന്നിരുന്ന കാലഘട്ടമായിരുന്നു. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരൂ, അല്ല ഒരധ്യായമെങ്കിലും, വേണ്ട ഒരു വചനമെങ്കിലും കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയോടുകൂടിയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷ എന്നുള്ള നിലക്ക് മലയാള ഭാഷയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഫസ്ഖൈനാക്കുമൂഹു, അങ്ങനെ നാം നിങ്ങൾക്ക് ആ മഴവെള്ളം കുടിക്കാൻ നൽകി. മഴ വർഷിപ്പിക്കുകയും ആ മഴവെള്ളം കുടിക്കാൻ മനുഷ്യർക്ക് നൽകിയതിനെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. അങ്ങനെ ആ മഴവെള്ളം നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകി എന്ന് പറയുന്ന മലയാള പദങ്ങൾ ആകമാനം വളരെ ലളിതമായി ഹ്രസ്വമായി ഉച്ചരിക്കാവുന്ന രീതിയിൽ ഫസ്ഖൈനാക്കുമൂഹു എന്ന ഒരു പദത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അത്രയും ഗഹനമായ ഒരു ഭാഷയിലാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശയ തലത്തിന് ഞങ്ങൾ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഒരു ഉദാഹരണം പറയാം. വമൻ അഹ്സനു മിനല്ലാഹി സിബഗ, അള്ളാഹുവേക്കാൾ വർണ്ണം നൽകുന്നവൻ ആരാണുള്ളത്? ദൈവത്തേക്കാൾ ആദർശവർണ്ണം നൽകുന്നവൻ ആരുണ്ട് എന്നാണ് ഞങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തേക്കാൾ ആദർശവർണ്ണം നൽകുന്നവൻ. വർണ്ണജലത്തിൽ കുളിപ്പിച്ച് സ്നാനം ചെയ്ത് സാമുദായിക നൽകുക എന്നുള്ളത് പൂർവിക സമൂഹത്തിൽ നിലനിന്നുണ്ടായിരുന്ന ആചാരമാണ്. ഇതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അത് വായനക്കാരിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പദാനുപദ ട്രാൻസ്ലേഷൻ നിർവഹിച്ചാൽ ഒരുപക്ഷെ എത്തുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തേക്കാൾ ആദർശവർണ്ണം നൽകുന്നവൻ എന്ന ഒരു പരിഭാഷ ഞങ്ങൾ സ്വീകരിച്ചത്. ഒരു ഉദാഹരണം മാത്രമാണ്. അതേപോലെ തന്നെ
പദാനുപദ ആശ വിവർത്തനം ചെയ്യുമ്പോൾ കിട്ടേണ്ട മുഴുവൻ ആശയവും വായനക്കാർക്ക് ലഭിക്കാതെ പോകുന്നു. അത് ലഭിക്കണം എന്നുള്ളത് ഖുർആനിൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. ഏതൊരു സമൂഹത്തിലേക്കും അവരുടെ ഭാഷയിൽ തന്നെയാണ് ദൈവദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. എന്തിന്? ലിയുബയ്യിന ലഹും, അവർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഭാഷാ വിവർത്തനം ചെയ്യുമ്പോൾ വായനക്കാർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആശയ തലങ്ങളിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധ ഊന്നിയത് ഖുർആനിൻ്റെ ഏറ്റവും നല്ല വിവരണം, നല്ല വിശദീകരണം ഖുർആൻ തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാധാന്യം ഇതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ഖുർആന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഖുർആനാണ് ഖുർആനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. രണ്ടാമതായി പ്രവാചകൻ്റെ ഹദീസ്, അതേപോലെ തന്നെ സലഫ് സാലിഹുകളുടെ ചിന്താഗതികൾ, കൂടെ ഈ ഗ്രന്ഥത്തിൻ്റെ പദങ്ങളുമായി ബന്ധപ്പെട്ട് വിരചിതമായിട്ടുള്ള അൽ മുഫ്രദാത്ത് പോലെയുള്ള ഇമാം റാഗിബിൻ്റെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെയും ഞങ്ങൾ ഇതിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നിലവിലുള്ള ഖുർആൻ പരിഭാഷകൾ വായിച്ച് ശീലിച്ചിട്ടുള്ള പരമ്പരാഗത ആളുകൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ചില പദപ്രയോഗങ്ങളെങ്കിലും തുടക്കത്തിലെങ്കിലും അരോചകമായേക്കാം. ഇപ്പോൾ അള്ളാഹു എന്ന പദം ഞങ്ങൾ സർവേശ്വരൻ എന്ന ഒരു പരിഭാഷാ ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതീർണമായ അതേ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, വലയിൻ സയൽതഹും മൻ ഖലഖസ്സമാവാതി വൽ അർളി ലയഖൂലന്നല്ലാഹ് ലയഖൂലുന്നല്ലാഹ്. ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണെന്ന്. ഏകദൈവ വിശ്വാസികളല്ലാത്ത അവർ അള്ളാഹുവാണെന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ ഈ ചോദ്യം ചോദിച്ചാൽ ഈശ്വരൻ എന്നായിരിക്കും പറയുക, സർവേശ്വരൻ എന്നായിരിക്കും പറയുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ചോദ്യം നമ്മുടെ സഹോദര സമൂഹങ്ങളോട് ചോദിച്ചാൽ എന്താണോ അവർ പറയുന്നത് അതേ ഒരു വിവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എല്ലാം അവസാന വാക്കാണ് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഇനി വായനക്കാരിലേക്ക് കൈരളിക്ക് ഇത് സമർപ്പിക്കുകയാണ്. ഇതിൽ ഇടപെടേണ്ട തലത്തിൽ ഇടപെടാനും തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് തിരുത്തൽ വരുത്താനും ഞങ്ങളുടെ കൂടിയാലോചന സമിതി സദാ സന്നദ്ധരാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് പിൻബലം നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ, അതേപോലെ തന്നെ സംഘടനകൾ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതിനു വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഒരു പക്ഷേ ഭാഷ പിൻബലമായിരിക്കാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി. അതിനെന്നെ സഹായിച്ചിട്ടുള്ളത്, വൈജ്ഞാനികമായ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് എൻ്റെ കലാലയങ്ങൾക്കപ്പുറത്ത് എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഉപ്പ കൂടിയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് ഇത് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സർവേശ്വരൻ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിരമിക്കുന്നു. അസ്സാം വലൈക്കും.